നമ്മുടെ തീയൽ കണ്ടോ, അടിപൊളി തീയലാണ്. നല്ല കുറുകുറായിരിക്കുന്ന നല്ല തീയലാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു വഴുതനങ്ങ നീളത്തിലുള്ളത്, പിന്നെ ഒരു 25 കൊച്ചുള്ളി, ഇത് ഞാൻ എണ്ണി പറക്കി വെച്ചതാണ്. 25 കൊച്ചുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില. ഇത്രയാണ് നമ്മുടെ വഴുതനങ്ങ തീയലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതൊരു അരമുറി തേങ്ങ. അരമുറി തേങ്ങ ആണെങ്കിലും അത് ഫുൾ എടുക്കരുത്, അതിന് കുറച്ച് പാകം. അരമുറി മൊത്തം വേണ്ട. നല്ല പഴുത്ത തേങ്ങയായിരിക്കണം, നല്ല ഉണങ്ങിയ നല്ല പഴുത്ത തേങ്ങയായിരിക്കണം അത്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്. പിന്നെ ഒരു ശകലം പുളി. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 സ്പൂൺ പിന്നെ ഉലുവാപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മുടെ വഴുതനങ്ങ തീയലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായിട്ട് വെളിച്ചെണ്ണ, ഉപ്പ്. ആദ്യം നമുക്ക് ഈ തേങ്ങ നല്ലതുപോലെ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ഒഴിച്ച് വേണം വറുക്കാൻ. നല്ല കളറായിരിക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും വഴുതനങ്ങയും പച്ചമുളകും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. തീയലിന് നമ്മൾ ഇങ്ങനെ വേണം അരിയാൻ. പിന്നെ വഴുതനങ്ങ ഇങ്ങനെ കീറിയിട്ട് ഇത്ര നീളത്തിൽ അരിയണം. ഒരു നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചു. അതിനകത്ത് ഇച്ചിരി എണ്ണയായിരിക്കുന്നത്, വെളിച്ചെണ്ണ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വറുക്കാം, നല്ലതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ തേങ്ങ അതിനകത്തോട്ട് ഇടാം. അതിൻ്റെ കൂടെ 2 കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. 2 കൊച്ചുള്ളിയും കൂടി ഇട്ട് തേങ്ങ അതിനകത്തോട്ട് ഇടാം. ഇത് അടിച്ചു പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം കൊച്ചുള്ളിയും കൂടെ ഇടണം കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ആ വെള്ളമൊക്കെ, തേങ്ങയുടെ വെള്ളമൊക്കെ വെച്ച് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വെച്ച് നല്ല ബ്രൗൺ കളറാവണം. അതുവരെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോയാൽ കറിക്ക് രുചി വ്യത്യാസം വരും. ബ്രൗൺ കളറായി വരുന്നുണ്ട്. തീ കുറച്ചിടാം. നല്ല ചീനിച്ചട്ടി, നല്ല അടി കട്ടിയുള്ള നല്ല ചീനിച്ചട്ടി ആകുമ്പോഴത്തേക്ക് അത് പരുവത്തിന് കിട്ടും. അത് ആ തേങ്ങ നല്ലോണം മൂത്ത് കിട്ടും. ഇപ്പം തന്നെ ആ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വഴുതനങ്ങ തീയലിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം, തക്കാളിപ്പഴം ചേർക്കാം, മുരിങ്ങയ്ക്ക ചേർക്കാം. ഇതെല്ലാം വെച്ച് നമുക്ക് തീയലുണ്ടാക്കാം. ഇപ്പം ഞാൻ ആ ഉള്ളിയും വഴുതനങ്ങയും മാത്രം. ബ്രൗൺ കളറുള്ള വഴുതനങ്ങ കൊള്ളാം, പക്ഷേ ഈ പച്ച കണക്കുള്ള വഴുതനങ്ങയാണ് നല്ല രുചി. നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഒക്കെ ചേർക്കാം. കായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഉലുവാപ്പൊടിയാണ് മെയിനായിട്ട് ചേർക്കേണ്ടത്. അപ്പം നമ്മുടെ തേങ്ങ കണ്ടോ, ആ പഴുത്ത തേങ്ങയോടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ കുറച്ചുകൂടെ എണ്ണ തെളിഞ്ഞ് വന്നത്. എടുത്ത് വെച്ചേക്കുന്ന 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, 1 സ്പൂൺ മുളക് പൊടി ചേർത്തു. ഇത് തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഞാനിത് സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് പുളിയും ചേർക്കാം. ഇത് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ചുകൂടെ ഇതിനകത്ത് ഇരുന്നങ്ങ് മൂത്തോളും. അത് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ കുത്തലങ്ങ് മാറും, ആ പച്ചച്ചവ മാറും. നല്ല ഇതായിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇനി അടുത്തത് ചട്ടി അടപ്പിലോട്ട് വെച്ചു. ഇതിനകത്ത് നമ്മൾ വഴുതനങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റുകയാണ്.
ഇപ്പോൾ അതിൻ്റെ ചട്ടി അടപ്പിലോട്ട് വെച്ചതേ ഉള്ളൂ. അതിൻ്റെ വെള്ളം വറ്റട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ കാണും. ഒരു വലിയ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തിരി കടുക് ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്തു. അത് പൊട്ടണം. കടുകിട്ട് കൊടുത്താൽ മാത്രം പോരെ, അത് പൊട്ടണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചേക്കുന്ന വഴുതനങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇടാം. ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി കൊച്ചുള്ളി ഇട്ട്, വഴുതനങ്ങ ഇട്ടു, പച്ചമുളക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഇച്ചിരി അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്കിത് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കരുത്. ആ വഴുതനങ്ങ ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. കുറച്ചുകൂടെ അടച്ച് വയ്ക്കാം. തേങ്ങ ജാറിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചുകൊണ്ട് വരണേ. വെള്ളം തൊടാതെ വേണം അരയ്ക്കാൻ. വെള്ളം തൊടാതെ അത് പൊടിച്ച് നല്ലതുപോലെ എടുക്കണം. ചിലത് നല്ലതുപോലെ അരഞ്ഞു വരും. അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വഴുതനങ്ങയും ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് തയ്യാറാക്കാം. അല്ലേ, ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മഷീനൊക്കെ അരച്ചെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണം അത് അടിച്ചെടുക്കാൻ. എന്നാലും ഒരു രുചി വരത്തുള്ളൂ. അതുമല്ല, അത് നല്ലോണം കൊത്തനും വീരയില്ലാതെ അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തീയൽ അരപ്പെല്ലാം വെച്ച് ഇനി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് ഇനി ഇത് നല്ലതുപോലെ കുറുകി വരണം. അതാണ് അതിൻ്റെ പരുവം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ പഴയ നാടൻ കറികളാണ്. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നാടൻ കേരക്കറി. നമ്മുടെ തീയിൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീയിൽ എന്തുവായെന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കുറുകിയ നല്ല കുറുകിയ തീയൽ കണ്ടോ. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇത് നല്ല കുറുകിയിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചട്ടിയിലിരുന്ന് തന്നെ അത് കുറച്ചുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. നല്ല അടിപൊളി ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.